പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇത് ഈ പറയാൻ പോകുന്ന സാക്ഷ്യം അത് ഈ കുറച്ച് ഇത് പറഞ്ഞിട്ടേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്ര വില കൊടുത്താണ് ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഹിന്ദു നായർ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. എൻ്റെ ഭർത്താവിന് ഇന്ന് വരെയും ഞാൻ ഈ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. സൂം മീറ്റിങ്ങിലൊക്കെ കയറുന്നത് ഞാൻ വളരെ പേടിച്ചു ഒളിച്ചുമൊക്കെയാണ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലിയുണ്ട്. അവിടെയും ജോലി സ്ഥലത്ത് വരുന്ന പാസ്റ്ററുടെ ഉപവാസ പ്രാർത്ഥനയിലെല്ലാം സൂമിൽ ഞാൻ അപ്പോഴപ്പോഴും അറ്റൻഡ് ചെയ്യും. പക്ഷേ മേലധികാരികൾ വരുമ്പോൾ എനിക്കത് ഫോൺ അവിടെ ഉപയോഗിച്ചുകൂടാ. പക്ഷേ ദൈവം എന്നെ ഇതിനെല്ലാം എന്നെ മാനിച്ചു. ഒരു സൂം മീറ്റിങ്ങിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ട്, പക്ഷേ ഒളിച്ചും പാത്തും ഇരുന്ന് ഞാനത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. 2 മാസത്തിന് മുമ്പ് പാസ്റ്റർ സൂം മീറ്റിങ്ങിൽ ഒരു 3 കുടുംബങ്ങൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന 3 കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് എന്ന് തന്നെ പറഞ്ഞ് പെൺമക്കൾക്ക് ഗവൺമെൻറ് ജോലി, അത് കൃത്യമായിട്ട് അത് പറഞ്ഞ സമയത്ത് ദൈവം എൻ്റെ മെമ്മറിയിൽ തൻ്റെ പ്രവാചകന്മാരറിയാതെ ദൈവം ഒന്നും ചെയ്യില്ല. ഞാനത് പെട്ടെന്ന് പിടിച്ചെടുത്തു. ആമേൻ പറഞ്ഞു. കാരണം എൻ്റെ എനിക്കൊരു മകളുണ്ട്. അവൾ PSC ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജോലി എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾക്കാണ്. അത് പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചതാണെന്ന് എനിക്കത് ബോധ്യമായി. ഞാനത് ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തു. ഈ 2 മാസം അത് കഴിഞ്ഞ് ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതും യെശയ്യാവ് 40:31 യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാരണം നീ കാത്തിരുന്നോ എന്നാണ് ദൈവം എനിക്ക് മറുപടി തന്നത്. ഞാൻ കാത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾക്ക് ഗവൺമെൻറ് ജോലിക്കായി. അത് ദേവസ്വം ബോർഡിൽ അത് അഡ്വൈസ് വന്നു. കാരണം ഞാനിത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ, ആ സാക്ഷി ഇവിടെ പറഞ്ഞില്ലെങ്കിൽ, ഇത്രത്തോളം ദൈവദാസൻ്റെ വായിൽ നിന്ന് വന്നത് അത് ദൈവം അരുളി ചെയ്തതാണ്. അത് ആ വായിലൂടെ വരുന്നത്. നമ്മളത് ആ ദൂത് നമ്മൾ ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കണം. കാരണം ദൈവം പറയുന്നതാണ് ദൈവദാസൻ നമ്മോട് പറയുന്നത്. ആമേൻ പറഞ്ഞ് നമ്മളെ ഏറ്റെടുത്ത് അത് കാത്തിരിക്കണം. നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത്. ദാസനെ എന്നെ അറിഞ്ഞൂടെ. ഞാൻ 3 മാസം കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. യൂട്യൂബിൽ കണ്ടാണ് ഞാൻ പാസ്റ്ററെ അറിഞ്ഞത്. എന്നെ ആരും വിളിച്ചോണ്ട് വന്നതല്ല.